സീനടാവട്ടാ എന്റെ പെണ്ണ് എത്രയാ അറിയോ? +1 അവനടിച്ചാലോ നമുക്ക്? ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ കമന്റിൽ വന്നിട്ടുണ്ടായിരുന്നു സിവിക്ക് എടുത്തിട്ട് ഡ്രൈവിന് ഇറങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് നമ്മളിന്ന് ചെറിയൊരു ഡ്രൈവ് ഇറങ്ങാണ്, പോവുക, പിള്ളേരെ കൂട്ടുക, ചെറിയൊരു ഡ്രൈവ്, റിയാക്ഷൻ കിട്ടുവെച്ചാൽ അത് അങ്ങനെ ഒരു നോർമൽ വീഡിയോ, ഒരു ഡേ വ്ളോഗ് പോലെ ഒരു ലെവലിൽ ഇരുന്നിട്ട് കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഇവിടെയുള്ള ഈ മീറ്റർ ഉണ്ടല്ലോ, ഈ മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല മുന്നേ. അതായത് ആ മീറ്റർ 0-ൽ നിന്നിരുന്ന് നമ്മുടെ ഹീറ്റിൻ്റെയും അതുപോലെ ഫ്യൂവലിൻ്റെയും മീറ്റർ മാത്രമേ വർക്ക് ചെയ്തിരുന്നുള്ളൂ. ഇപ്പോൾ ഇന്ന് ഞാൻ എടുക്കുമ്പോൾ ഉണ്ട് അത് ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അത് എപ്പോഴാണ് പോയി എന്നറിയില്ല, ഞാനിപ്പോൾ എന്താ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ മേലെ. ബാക്കിയുള്ളതൊന്നും വർക്ക് ചെയ്യുന്നില്ല, എന്താ സംഭവമാവും. നമ്മൾ ഫ്യൂവൽ അടിക്കണം, ഫ്യൂവലില്ല. ഒരു 1500 പെട്രോള്, 500 പെട്രോള്. നമ്മൾ ഫ്യൂവൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകാം. അവിടുന്ന് ഇവിടെ തന്നെ എയർ ചെക്ക് ചെയ്യണുണ്ട്. സോ 4 ടയറിൽ എയർ ചെക്ക് ചെയ്ത് ഫില്ലാക്കിയതിന് ശേഷം പോകാം നമുക്ക്. $34 വെക്കാറ് ഞാൻ. സോ നമുക്ക് എയർ മതിട്ടാ, എന്നിട്ടൊക്കെ വേണ്ട. എത്ര ഉണ്ട് നോക്കി നോക്കാം. $55 അങ്ങനെ ഒരു കാട്ടില് അങ്ങനെ വൈകില്ലല്ലോ. ഇനി അത് കംപ്ലൈൻ്റ് ആണോ? ഞങ്ങളെ കൂടി ഉള്ള ഏറെ കൂടി പോവോ? ഫ്രണ്ട് ടയർ 55 കാണിച്ചിട്ടാണ്. ഞങ്ങൾ 55 വന്നതാവും. ഈ ടയറിൽ കുറവുണ്ട് കേട്ടോ. ഇതിലും കുറവാണ് കേട്ടോ, അതിൽ 26 ഉള്ളൂ. ഫുള്ളാക്കിയിട്ടുണ്ട്. ഇക്കൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഈ ടയറിൽ മാത്രം ഇങ്ങനെ 55 വന്നൊന്നും ഒരു പിടുത്തില്ല കേട്ടോ. ക്യാമറ ഒക്കെ തിരിഞ്ഞിട്ട് രീതി റിവേഴ്സ് ക്യാമറ അത് ഇത്ര ദിവസം വർക്ക് ചെയ്തിരുന്നില്ല, ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണാവോ? അത് വിറ്റന്നെ വേണ്ട കാര്യങ്ങൾ. വണ്ടി ഇട്ട് 1 മാസം അല്ലെങ്കിൽ 2 മാസം വണ്ടി ഇട്ട് പോയി കഴിഞ്ഞാൽ വർക്ക് ചെയ്യാത്ത സാധനങ്ങൾ വർക്ക് ചെയ്യുകയും ചെയ്യും, ബാക്കിയുള്ളതൊക്കെ കംപ്ലൈൻ്റ് ആവുകയും ചെയ്യും. നമ്മൾ എയർ ഫില്ലാക്കിയിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിലെ ടയറിൽ മാത്രം 55 ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ 55 വന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ബാക്കിയുള്ള എല്ലാ ടയറിലും കുറവായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ മൂസിയുടെ അവിടെ പോയിട്ട് വേണം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പരിപാടിയെന്ന്. കാരണം ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് പോണത്. എന്താ പിന്നെ നമ്മുടെ ഫറാനും ഉപയോഗമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. പോയൊക്കെ എന്തായാലും ചിക്കൻ വീഡിയോ എടുക്കുന്നുണ്ട് അറിയാത്ത പോലെ. വണ്ടി കാണുമ്പോൾ ഒരു സന്തോഷം കണ്ടാൽ അതാണ് നമ്മുടെ സന്തോഷം. അപ്പോൾ കാശ് ഞാൻ മൂസിയുടെ അവിടെ എത്തി, മൂസിനെ എടുത്തു. മൂസിയുടെ ബാക്കിലുണ്ട്. പിന്നെ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ചെക്കനാണ് ഫറാൻ്റെ വണ്ടി എടുത്തിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സിയാസ്. ഇപ്പം ഇന്നത്തെ പരിപാടി ചെയ്യാല് അതെ അതെ ഉബൈദിന്റെ വണ്ടി
പിടിച്ചു പോലീസ്. അത് സ്റ്റോക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സൈലൻസർ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വർക്ക്ഷോപ്പിൽ. അപ്പൊ അങ്ങനെയാണ് പോയോണ്ടിരുന്നത്. സൈലൻസർ റിമൂവ് ചെയ്തതിന് ശേഷം വീൽസ് അഴിക്കാനുണ്ട്. പോലീസ് വിളിച്ചിട്ട് സ്റ്റോക്ക് ആക്കിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീൽസ് റിമൂവ് ചെയ്തിട്ട് സിയാസിന്റെ മുകളിലുള്ള വീൽസ് എടുത്തിട്ട് സ്വിഫ്റ്റിന് ഇടാനുണ്ട്. അതും പണിയുണ്ട്. ഇപ്പൊ സൈലൻസറിന്റെ പണി കഴിഞ്ഞിട്ട് വേണം അതിന് പോകാൻ വേണ്ടിയിട്ട്. വർക്ക്ഷോപ്പിൽ പോയിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങൾ നമുക്ക് പോയി നോക്കി നോക്കാം. കാഴ്ച അപ്പോൾ നമ്മള് വണ്ടി എടുക്കണ വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വണ്ടി അട്ടത്ത് കയറ്റിയിട്ടിട്ടുണ്ട്. സൈലൻസർ എല്ലാം അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വീൽസും കാര്യങ്ങളൊക്കെ അയക്കാനുണ്ട്. പാവം ചെക്കസ്റ്റാ നല്ല കിടിലം പണി കിട്ടി. എന്താ അയച്ചോണ്ടുണ്ട് നമ്മുടെ വെക്കാൻ ആദ്യത്തെ നമ്മുടെ പറാൻ്റെ വണ്ടിയാണ്. കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടു അല്ലേ? സിയാസ് ഇവൻ്റെ ആണ് കേട്ടോ വണ്ടി. കാലെടുത്ത് പൊട്ടിച്ചത് ഫുള്ള് റിമൂവ് ചെയ്തോണ്ടത് സൈലൻസർ. പഞ്ചാബ് ഇങ്ങനെയാണല്ലോ അല്ലേ? എന്താ വെച്ചിന് ഹെഡർ വെച്ചിന് ബോൾട്ട് കാണാല്ലേ? ബോൾട്ടിന്റെ ആവശ്യമില്ല. കയറിട്ട് കെട്ടിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും ഫിക്സ് ചെയ്യാനുള്ളത്. ഇതാണ് അതിൻ്റെ എക്സോസ്റ്റ്. ഒരു ഡുവൽ എക്സോസ്റ്റ് ആയിരുന്നു. ബാങ്കറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ വീൽസ് അയക്കണം. അത് സിയാസിൻ്റെ മുകളിൽ വീൽസ് മാറ്റി ചെയ്യാൻ കിട്ടിയാ സമാധാനം. ഉപ്സിന്റെ വണ്ടി പോയി കണ്ടു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ സ്ഥിരം പാടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വെറുതെ ചില്ല് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട്. അതിനും 2 പണി കഴിയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഐസ് കുറച്ച് പിള്ളേർ വണ്ടി പൊട്ടിക്കാൻ പറഞ്ഞിട്ട് കൈയാട്ടിയിട്ടാണ്. അങ്ങനെ നിർത്തിയേക്കാണ്. വണ്ടി പൊട്ടിക്കാനോ? പൊട്ടിക്കണോ? എന്നാ ബാക്കിലേക്ക് എന്നുണ്ട്? ഇഷ്ടപ്പെട്ടാ? ഓക്കെ പൊട്ടതാ? അവർക്ക് ഇഷ്ടമായിട്ടാ? ഒരു ആപ്പേ ഇനിയും പൊട്ടിക്കുമോ? ഗായ്സ് അപ്പോൾ നമ്മൾ നമ്മുടെ പാടത്ത് ജസ്റ്റ് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ സിവിക്കിൻ്റെ. നമ്മുടെ സിവിക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഫറാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ ആ ഒരു ടൈമിൽ ഒരു സെൻ ഇതിന് പോയിരുന്നു. നല്ല അടിപൊളി ക്ലീൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിർത്തിയപ്പോൾ നമ്മുടെ പിള്ളേരെ ഫ്രണ്ട്സാണ്, നമ്മുടെ ഫറാൻ്റെ മൂസിലെ ഫ്രണ്ട്സാണ്. ഇവൻ്റെ വണ്ടിയാണ്. എന്താ പേര്? എൻ്റെ റിയാസ്. ഓക്കെ, അടിപൊളിയായിട്ട് പണിതിട്ടുണ്ടോ? അടിപൊളി വണ്ടി, ഒരു രക്ഷയില്ല. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അതാണ് എന്നെ തടഞ്ഞത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് വണ്ടിയിട്ടാ. നല്ല അടിപൊളി ക്ലീൻ വണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വളരെ കളറും ആ വീൽസും അടിപൊളി. അതുപോലെ തന്നെ ഇതാണ് ആ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ. വെളിച്ചം കുറച്ച് കുറവുണ്ട്, എന്നാലും സംഭവം നൈസായിട്ടുണ്ട് കേട്ടോ വണ്ടി. ഫ്രണ്ട് കൂളിംഗ് എല്ലാം ചെയ്ത് സ്മൂത്തായിട്ടുണ്ട് വണ്ടി. പക്ക ക്ലീൻ, ഓവർ പറയാനൊന്നുമില്ല. നൈസ്. അതുപോലെ സൈഡിലൊരു കീപ്പ് എന്നുകൊണ്ടൊരു ചെറിയൊരു ബാഡ്ജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റിക്കറിൽ. അതുപോലെ ബാക്കിലും സ്റ്റിക്കറൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ക്ലീൻ സെൻ. പിന്നെ അപ്പോൾ ഇതാണ് വണ്ടറ ഓൾമോസ്റ്റ് ഒരു വ്യൂ. ഇതാണ് ഇന്ത്യയിൽ ആ ഒരു സ്റ്റോക്കിൽ തന്നെയാണ് കീപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ എന്താ എക്സോസ്റ്റ് ഉണ്ടോ? ഒന്ന് സൗണ്ട് കേൾപ്പിച്ചേ. ഞാനൊരു എക്സോസ്റ്റിൻ്റെ ഒരു ടിപ്പ് കണ്ടപ്പോൾ വിചാരിച്ചു സ്റ്റോക്കാന്ന് വിചാരിച്ചു. സത്യം, ഞാനൊരു ടിപ്പ് കണ്ടപ്പോൾ വിചാരിച്ച് സ്റ്റോക്കാന്ന് വിചാരിച്ചു. സൗണ്ട് ഉണ്ട് കേട്ടോ, സീൻ. ഒന്നുകൂടി ചോട്ടിയാ, അടിപൊളി സൗണ്ട്. അടിപൊളി സൗണ്ട് മോനെ. ഞാൻ സത്യത്തിൽ വിചാരിച്ചു ഞാൻ സൗണ്ട് ഉണ്ടാവും വിചാരിച്ചില്ല, സ്റ്റോക്കാന്ന് വിചാരിച്ചു. കാരണം വണ്ടി വരുമ്പോൾ ആ ഒരു സൗണ്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ എന്തായാലും നൈസാടാ. താങ്ക്സ് ഫോർ വീഡിയോ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയും എങ്ങനെയുണ്ട് വണ്ടി. അധികം പൊട്ടിക്കണില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചായ കുടിക്കാനോ അതിനൊക്കെയായിട്ട് കുറേ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ട്. കാരണം അവർക്കൊരു ബുദ്ധിമുട്ടാവരുത്. ഇപ്പോൾ ഇതിൻ്റെ വണ്ടറ എക്സോസ്റ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ അതെടുത്തിട്ട് നമ്മൾ നേരെ കുന്നോളം പോകും. കുന്നോളം പോയിട്ട് അവിടുന്ന് വീല് മാറ്റിയിടാനുണ്ട് പറയാൻ്റെ വണ്ടിയിൽ വന്ന്. അതാണ് ഇനിയുള്ള പരിപാടി. നമുക്ക് അവിടെ പോയിട്ട് സ്വിഫ്റ്റ് എടുക്കാം. ഗൈസ്, നമ്മൾ ഉപ്സിൻ്റെ വണ്ടി എടുത്തിട്ടുണ്ട്. വണ്ടി എന്താ മുണ്ടല്ലോ? ബെൽറ്റിൻ്റെ ശബ്ദമുണ്ട്. ഇത് എവിടെയെങ്കിലും ഒതുക്കിയിരുന്നുണ്ടോ സിവിക്ക്? വണ്ടി പോയിട്ടുണ്ട്, റോഡ് സൈഡിൽ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ തൽക്കാലത്തിന്. സോ നമ്മൾ പോയിട്ട്
മൂസിനെ വണ്ടി പോയിട്ട് വീല് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ വരും. വീല് ചേഞ്ച് ചെയ്ത് കാണിച്ചു തരാം. ബാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂസി പറഞ്ഞു ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ നല്ല സുഖമുണ്ട്. എക്സോസ്റ്റ് മാറ്റി വെക്കുമ്പോൾ എക്സോസ്റ്റിന് ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോവല്ലേ. ഇതിന്റെ എക്സോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിൽക്കുന്നുണ്ടല്ലോ ഒരു തൊയിലുണ്ടാവാത്ത എക്സോസ്റ്റ് ആയിരുന്നു. അതിന് വീലും കൂടി മാറ്റിട്ട് ഓടിച്ചു കഴിഞ്ഞാണല്ലോ അടിപൊളിയായിരിക്കും. കാരണം ഈ വീലിലും കംഫർട്ട് കുറയും. അങ്ങനത്തെ വരാതെ മൈലേജ് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഉപയോഗത്തോടെ ഇല്ല. നമ്മളെ നല്ല പണിയൊന്നും ഈ ഷോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും. ഞാൻ ഇവിടെ നിന്നാണ് നമ്മുടെ വീൽസ് മാറ്റിയത്. ഈ ഷോപ്പിന്റെ ഫ്രണ്ടിലിട്ടാണ് വണ്ടികൾ പിടിച്ചത്. ആ ഷോട്ട് ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യട്ടെ, നമുക്ക് മനസ്സിലാവും. പിള്ളേര് വണ്ടി പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് ഈ വണ്ടികളന്ന് പൊട്ടിക്കുമ്പോ ഈ പിള്ളേരുണ്ടായിരുന്നു. സോ അതുകൊണ്ട് അവര് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പൊട്ടിച്ചു കൊടുക്കടാ. പിള്ളേര് വന്നിട്ട് പൊട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ചെയ്തു കൊടുക്ക്. ഒരു വണ്ടിയാണ് പോകുന്നത്. ആ അത് അടിപൊളിയായി. വീട് സതീശൻ പറഞ്ഞില്ലേ വന്നിട്ടില്ലടാ. നിയമം വന്നിട്ടില്ലടാ. പൊട്ടിക്ക് ചാവിടുത്തെ അടുത്ത് നമുക്ക് ഇതാണ് സ്റ്റോക്കാക്കള്. എവിടെ അടുത്ത പറയാൻ അടുത്ത നമുക്ക് സിയാസ് സ്റ്റോക്കാക്കണം. ഓടിക്ക് അതിനെന്താ അതൊരു പ്രശ്നമുള്ളതല്ല. സിഗ്മേടാ പക്ഷെ ഈ അവളെ ഇവ അല്ലടാ അവളെ കാണാൻ വേണ്ടിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നേ. അവള് വീടേതാ? അവള് വീടേതാ? അവള് വീടേതാ? ഇവിടെ അടുത്താത്ര. ഈ അവളെ കാണാൻ വേണ്ടിട്ടല്ലോ കളിക്കാൻ. ശരിയാക്കിയതാ അല്ലേ? ഇഷ്ടമുള്ള പെണ്ണ് എത്രയല്ല? നന്നായി നോക്കൂ നിങ്ങള്. അങ്ങനല്ല എന്നാ എനിക്ക് സെറ്റ് ചെയ്ത് തരുമോ? പെണ്ണ് എത്രയാ അറിയോ? പ്ലസ് വണ്ണില്. അതൊരു പ്രണയല്ലല്ലോ. എവിടേക്ക് കണക്കേട്ടാ എന്റെ അങ്ങനെ പ്രണയിക്കല്ല. 2 വയസ്സൊക്കെ നമുക്ക് എന്തെല്ലാം നമ്മുടെ വീഡിയോ കാണാൻ പയ്യൻ വന്നിട്ടുണ്ടാ. നൈസ് വണ്ടി നമ്മള് വീൽസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട്. രണ്ടില് വീൽസ് ചേഞ്ച് ചെയ്യാനുള്ള പരിപാടി ചെയ്തുകൊണ്ടുണ്ട്. ഇവിടെ കാമുകനായിട്ട് നിന്നിരുന്നില്ലേ ചെറിയൊരു പയ്യൻ, അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് മൂസിക്ക് ഫോട്ടോ അയച്ചാൽ അപ്പൊ നമ്മള് സെൽഫി എടുത്തിട്ടുണ്ടാവും. സെൽഫി അയച്ചു തരാൻ വേണ്ടിട്ടാണ് അവൻ വിളിച്ച കേട്ടോ. അപ്പൊ അവൻ വോയിസ് അയച്ചു കേൾപ്പിച്ചു തരാട്ടാ. സീനിടാവട്ടാ. വോയിസ് ചേഞ്ചറിട്ടേ ഞാൻ പിടിച്ചടിക്കുന്നു. സീനുണ്ടാവും. നല്ല രസമുണ്ട് കേട്ടാ. മറ്റേ വീലിനേക്കാൾ രസം ഈ വീലാട്ടോ. ഇപ്പൊ ഇത് ക്ലീൻ ആയി പോയതാ. ഈ വീൽ ഇതിട്ടാ മതി. സിയാസ് വീൽസ് എല്ലാം ഇട്ടിട്ട് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ വീൽസ് കയറിയപ്പോൾ നല്ല രസമായിട്ടാ. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീൽസ് കയറി ഞാൻ മൂടാവും. ലോർ ചെയ്ത് കഴിഞ്ഞാൽ രസമുണ്ടല്ലേ? സ്കേർട്ടും ആ വീൽസൊക്കെ കൂടി വന്നപ്പോഴേ നല്ല അടിപൊളിയുണ്ട്.
എൻ്റെ വീൽ ചെയർ രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. പിള്ളേരോടൊന്നും പോയില്ല കേട്ടോ, പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. എടപ്പാര ഒന്ന് പൊട്ടിച്ചു കൊടുത്തടാ പിള്ളേർക്ക്, ബാക്കിൽ നിന്നോ നല്ലതൊക്കെ കാണാൻ പറ്റുള്ളൂ. ആ മതി മതി മതി. എങ്ങനെയുണ്ട്? അത്ര തീരുമല്ലോ, ഞാൻ പോട്ടെ. ശരി ട്ടാ, ബൈ. അപ്പം നമ്മളെ വീൽ ചേഞ്ചിൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ അടുത്ത പ്ലാൻ ഫൈനലി കാഴ്ച നമ്മൾ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നാളത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വിഫ്റ്റ് കൊണ്ടുപോയിട്ട് സ്റ്റേഷനിൽ കാണിക്കലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ടാണ്. നമുക്ക് അടുത്ത വീഡിയോ